നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠ് 11 രാജാ കാ ചെഹ്റ. രാജാ കാ ചെഹ്റ. രാജ മീൻസ് രാജ എന്ന് പറഞ്ഞ ആരാ? കിങ്, രാജാവ്. ചെഹ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചെഹ്റ മീൻസ് മുഖം, ഫേസ്. അറിയാൻ പാടില്ലാത്തവരുണ്ട് എഴുതണം കേട്ടോ. രാജാ കാ ചെഹ്റ മീൻസ് രാജാവിന്റെ മുഖം. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്. നമ്മള് തെന്നാലി രാമൻ കേട്ടിട്ടുണ്ടോ? തെന്നാലി രാമൻ കഥകളൊക്കെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? തെന്നാലി രാമന്റെ സ്റ്റോറീസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തെന്നാലി രാമൻ എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, വളരെ ബുദ്ധിമാനായിട്ടുള്ള. യെസ്, വിജയനഗർ രാജ്യത്തില് അദ്ദേഹം എന്താണ് ആസ്ഥാന, അവിടുത്തെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം വളരെ പേരുകേട്ടതായിരുന്നു. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നോക്കിയിരുന്ന എല്ലാരും. बहुत समय पहले की बात है, विजयनगर राज्य में तेनालीरामन नाम का एक दरबारी कवि था. वह अपनी सूझबूझ के लिए बहुत प्रसिद्ध था. इसी कारण वह राजा कृष्णदेव राय की आंखों का तारा था. സോ എന്താണ് ബഹുത് സമയ പെഹലെ കി ബാത് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഇയേഴ്സ് അഗോ എന്ന് നമ്മൾ പറയില്ലേ? ലോങ് ഇയേഴ്സ് അഗോ, പണ്ട് കാലത്ത് നടന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പിലത്തെ കഥയാണ് പഠിക്കാൻ പോകുന്നത് എന്നാണ്. ബഹുത് സമയ പെഹലെ കി ബാത് ഹെ, വളരെ നാളുകൾ, വളരെ വർഷങ്ങൾ മുമ്പുള്ള ഒരു സംഭവമാണ്. എവിടെയാണ് നടന്നത്? വിജയനഗർ രാജ്യമേ, വിജയനഗരത്തിൽ, വിജയനഗർ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് തെനാലി രാമൻ നാം കാ ഏക് ദർബാരി കവി ഥാ. തെനാലി രാമൻ എന്ന പേരോട് കൂടിയ ദർബാരി കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥാന കവി. പണ്ട് കാലത്ത് രാജ കൊട്ടാരത്തിലൊക്കെ എല്ലാ കൊട്ടാരത്തിലും എന്താണ് ഒരു അവിടേക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കവി അല്ലെങ്കിൽ മന്ത്രിമാരുണ്ടാവും, കവി ഉണ്ടാവും. അതില് ആസ്ഥാന കവിയായിരുന്നു തെന്നാലി രാമൻ. ഓക്കെ, സോ വഹ അപ്നി സൂझबूझ के लिए बहुत प्रसिद्ध था. വഹ അപ്നി സൂझबूझ മത്ലബ് സമജ്ദാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യത്തിന്. സൂझबूझ മത്ലബ് ബുദ്ധി സാമർഥ്യത്തിന്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവേകത്തിന്. സമജ്ദാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചില കുട്ടികളെ കുറിച്ച്? അതുപോലെ തന്നെയാണ് സൂझबूझ എന്ന വാക്കിന്റെ അർത്ഥം സമജ്ദാരി, ബുദ്ധി സാമർഥ്യമെന്നോ വിവേകത്തോടെ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സൂझबूझ के लिए बहुत प्रसिद्ध था. പ്രസിദ്ധ മീൻസ് ഫേമസ്. അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യത്തിന് വളരെ പേരുകേട്ട ഒരാളായിരുന്നു. ആരാണ്? തെനാലി രാമൻ. ഇസി കാരൺ വഹ് രാജ കൃഷ്ണദേവ് റായ് കി ആഖോം കാ താരാ ഥാ. സോ വിജയനഗർ രാജ്യത്തിലെ രാജാവ് ആരായിരുന്നു? കൃഷ്ണദേവ് റായ്. ഓക്കെ, സോ അവിടുത്തെ കൃഷ്ണദേവ് റായ് എന്നുള്ള രാജാവിന്റെ ആഖോം കാ താരാ ഥാ. ആഖോം കാ താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ആരായിരുന്നു? തെന്നാലി രാമൻ. കാരണം അദ്ദേഹം വളരെയധികം ബുദ്ധി സാമർഥ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാ കൃഷ്ണദേവ് റായിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു തെനാലി രാമൻ. ആഖോം കാ താര മീൻസ് വെരി ഡിയർ എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഓക്കെ, അർത്ഥങ്ങളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ ഞാൻ പറയുന്നത്. യെസ്, അടുത്ത പാരഗ്രാഫ്. एक दिन राजा ने अपने दरबारियों को सिक्कों से भरी थैलियां बांटी. साथ ही यह घोषणा की सभी को यह सारी धनराशि 1 सप्ताह के भीतर खर्च करनी होगी. यदि धनराशि बच जाती है
तो उसे राजकोष में वापस जमा करना होगा। थैलियां पाकर दरबारियों की खुशी का ठिकाना ना रहा। सभी ने थैलियों के लिए राजा को धन्यवाद दिया, पर तेनालीराम ആരുടെയാണ് മൈക്ക് ഓൺ ആയിരിക്കുന്നത്? യെസ്. സോ ഒരു ദിവസം എന്താ സംഭവിച്ചത്? ഏക് ദിൻ രാജാനെ അപ്പനി ദർബാരിയോക്കോ, ദർബാരിയോ മീൻസ് എന്താണ്? ആ രാജകൊട്ടാരത്തിൽ രാജ്യസഭയിലുള്ള എല്ലാവരും, കുറെ ആൾക്കാരുണ്ടാവുമല്ലോ രാജാവിന്റെ കൊട്ടാരത്തില്, പല പല കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞ എന്താണ്, ബാഹുബലി സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, രാജാവ് മേളിലിരിക്കും, അതിന്റെ ചുറ്റുപാട് താഴെ കസേരയിൽ ഇങ്ങനെ കുറെ പേരിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവരൊക്കെയാണ് ദർബാരിയോം എന്ന് പറയുന്നത്. ദർബാറിലുള്ള ആൾക്കാർ, പല പല കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരാണ്. സോ ദർബാറിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് എന്താ കൊടുത്തത്? സിക്കോസെ ഭരി थैलियां ബാട്ടി. थैली മത്ലബ് ബാഗ്, സഞ്ചി. സിക്കോസെ ഭരി थैलियां മീൻസ് എന്താണ്? പണക്കിഴികൾ. സിക്ക മീൻസ് നാണയങ്ങള്, നാണയത്തുട്ടുകൾ, കോയിൻസ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇന്നത്തെ മാതിരിയുള്ള രൂപ നോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണ നാണയങ്ങള്, വെള്ളി നാണയങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ നാണയങ്ങളുടെ ഒരു സഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? പണക്കിഴി എന്ന് നമ്മൾ പറയില്ലേ? അങ്ങനത്തെ ഒരു എന്താണ് പണക്കിഴി എല്ലാവർക്കും ബാട്ന മീൻസ് കൊടുക്കുക, എല്ലാവർക്കും കൊടുത്തു, സർക്കുലേറ്റ് ചെയ്തു. എല്ലാവർക്കും ദർബാറിലുള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഓരോരോ പണക്കിഴികൾ എല്ലാവർക്കും കൊടുത്തു. സാത് ഹി ഘോഷണാക്കി, പണക്കിഴി കൊടുത്തുകൊണ്ട് ഒരു വിളംബരം കൂടെ ചെയ്തു. എന്താണ് വിളംബരം ചെയ്തത്? സഭികോ യഹ് സാരി ധൻരാശി ഏക് സപ്താഹ കെ ഭീതർ ഖർച്ച് കർണി ഹോഗി. പണക്കിഴി കൊടുത്തിട്ട് എന്തു പറഞ്ഞു? എല്ലാവരും സാരി ധൻരാശി, ധൻരാശി മീൻസ് എന്താണ്? ഈ നൽകുന്ന പണം, ധൻരാശി. ധൻരാശി എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഒരു ബഞ്ച്, ഒരു കൂട്ടം എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ ആ കൊടുത്ത ആ പണക്കിഴി, ധൻരാശി, പൈസ, മണി. ഓക്കെ, സോ ആ പണം എന്താണ്? ഏക് സപ്താഹ കെ ഭീതർ. സപ്താഹ മീൻസ് എന്താണ്? ഒരാഴ്ച. ഏക് സപ്താഹ കെ ഭീതർ, ഭീതർ മീൻസ് ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് അർത്ഥം. ഏക് സപ്താഹ കെ ഭീതർ, ഏക് സപ്താഹ കെ ഭീതർ മീൻസ് ഒരാഴ്ചക്കുള്ളിൽ. ഭീതർ മീൻസ് അന്തർ എന്നാണ് അർത്ഥം. വാക്കിന്റെ അർത്ഥം അകത്ത് എന്നാണ്. എന്താണ് ഈ ഫുൾ സെന്റൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? ഏക് സപ്താഹ കെ ഭീതർ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ. ഖർച്ച് കർണി ഹോഗി, ചെലവഴിക്കണം. അതായത് ഓരോരുത്തർക്കും ഓരോ പണക്കിഴികൾ കൊടുത്തു. ആ പണക്കിഴിയിലുള്ള പണം എന്താ ചെയ്യേണ്ടത്? ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും ആ പണം മൊത്തം ചെലവഴിക്കണം എന്ന് രാജാവ് പണക്കിഴി നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു വിളംബരം കൂടെ ചെയ്തു കൂട്ടത്തിൽ. ഓക്കെ, എന്താണ് വിളംബരം ചെയ്തത്? ആ പണം മുഴുവൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെലവഴിച്ച് തീർക്കണം. ഓക്കെ, യദി ധൻരാശി ബച്ച് ജാത്തി ഹൈ तो उसे राजकोष में वापस जमा करना होगा. അപ്പൊ ആർക്കെങ്കിലും ഈ പൈസ മുഴുവൻ ചെലവഴിക്കാൻ സാധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ ചെലവാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ബാക്കി ജോ ധൻരാശി ബച്ച് ജാത്തി ഹേ, ബച്ച് ജാന മീൻസ് ചെലവഴിക്കാതെ ബാക്കിയുള്ളത്. ഓക്കെ, ചെലവഴിക്കാതെ ബാക്കിയുള്ളത് രാജ്കോഷ് മേ, രാജ്കോഷ് മീൻസ് രാജാവിന്റെ ഖജനാവ് എന്ന് കേട്ടിട്ടില്ലേ? ഖജനാവിൽ തിരിച്ച് ഏൽപ്പിക്കണം. ഖജനാവ് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ സൂക്ഷിച്ചിരിക്കുന്ന. പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരുടെ ഖജനാവ് എന്നല്ലേ പറയും. നമ്മളിപ്പോ ബാങ്കിലൊക്കെ കൊണ്ട് പൈസ സൂക്ഷിക്കുന്ന മാതിരി പണ്ട് കാലത്ത് രാജകൊട്ടാരത്തിലുള്ള പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിനെ നമ്മൾ എന്താ പറയാ? ഖജനാവ് എന്ന് പറയും അല്ലേ? സോ അതിനെയാണ് രാജ്കോഷ് എന്ന് പറയാ, പൈസ സൂക്ഷിക്കുന്ന സ്ഥലം. സോ ചെലവഴിക്കാതെ ബാക്കി വരുന്ന പൈസ എന്താണ്? തിരിച്ച് രാജാവിന്റെ ഖജനാവിലേക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു. സോ थैलियां पाकर दरबारियों की खुशी का ठिकाना ना रहा. സോ എല്ലാവർക്കും ഇരുന്നിരിപ്പിന് എന്താണ്? ഒരു പണക്കിഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഖുഷി കാ ठिकाना ना रहा മീൻസ് ആ വേർഡിന്റെ അർത്ഥം
they were very happy, വളരെയധികം സന്തോഷമായി. ഓക്കെ, ഖുഷി കാ ഠിക്കാന നാ രഹ, മത്ലബ് ഖുഷി കാ ഠിക്കാന നാ രഹ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? വെരി ഹാപ്പി, അതീവ സന്തോഷവാന്മാരായ എല്ലാവരും. കാരണം വെറുതെ ഇരുന്ന് അവർക്ക് എല്ലാവർക്കും ഓരോരോ പണക്കിഴികൾ കിട്ടുകയാണ് അല്ലെ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും വളരെ സന്തോഷമായി. സഭീനെ ഥേലിയോം കെ ലിയേ രാജാക്കോ ധന്യവാദ് ദിയ. സോ എല്ലാവരും രാജാവിന് ധന്യവാദ് ദിയ. ധന്യവാദ് ദിയ മീൻസ് താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു. ധന്യവാദ് മീൻസ് നന്ദി പറയാം. ഓക്കെ, പർ തെനാലി രാം ഹേറാൻ ഥ. സോ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? തെനാലി രാമൻ. തെനാലി രാമൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ് രാജാവിനെ. ഇത് എന്താണ്? രാജാവിന് പെട്ടെന്ന് ഇരുന്നിരിപ്പിന് എല്ലാരും വിളിച്ച് ഒരു പണക്കുഴിയൊക്കെ കൊടുത്തിട്ട് എല്ലാരും ചെലവഴിച്ചോളൂ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ രാജാവ് പറയുന്നത് കേട്ടിട്ട് തെനാലി രാമൻ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ഹേറാൻ മത്ലബ് സർപ്രൈസ്ഡ് ആയിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ രാജാവ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ഓക്കെ, ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായോ? കഥയെ മനസ്സിലായോ? വാക്കുകൾ ആർക്കെങ്കിലും കിട്ടാതെയുണ്ടോ? വേർഡ് മീനിങ് കുറെ പേരൊന്നും എഴുതുന്ന ഞാൻ കാണുന്നില്ല. അവർ എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞാൻ എല്ലാ വേർഡിന്റെ അർത്ഥവും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഞ്ചൽ രാജ് എഴുതുന്നില്ലേ? അഞ്ചൽ രാജ് അർത്ഥം എഴുതുന്നുണ്ടോ മോനെ? ചോദിക്കേണ്ട ഒരു ഹാൻഡ് റൈസ് കൊടുക്കും. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കും. എല്ലാരും കൂടെ അൺമ്യൂട്ട് ചെയ്താൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ആദ്യം അലീന ചോദിച്ചേ, എന്താണ്? വാട്സാപ്പിലെ മിസ് ഇടും. എന്റെ ക്ലാസ്സിൽ എഴുതാഞ്ഞേ? അത് അർത്ഥം കുറച്ചൊന്നും കിട്ടിയില്ല. അത് മിസ് ഇട്ടോളാം. ഞാൻ പറയുമ്പോ തന്നെ കഴിവത് എഴുതിയെടുക്കുക. ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, യെസ്. മ്യൂട്ട് ചെയ്യൂ. ദേവദർശൻ. സൂചിപൂജിന്റെ അർത്ഥം എന്താ? സൂചിപൂജ് മീൻസ് ബുദ്ധി സാമർഥ്യം. വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നൊക്കെ പല പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, സമജ്ദാരി ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സമജ്ദാരി. ഓക്കെ, ദെൻ അഞ്ചൽ രാജ്. യെസ്, അഞ്ചൽ രാജ് പോയോ? അഞ്ചൽ രാജ് കട്ടായി പോയോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും എല്ലാ അർത്ഥങ്ങളും കിട്ടി. ഓക്കെ, അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോവാം. യെസ്. तभी राजा ने दूसरी घोषणा करते हुए कहा, आप सभी को कुछ भी खरीदने से पहले मेरा चेहरा जरूर देखना होगा. यह सुनकर सभी चौंक गए. സോ ഒരു വിളംബരം ഓൾറെഡി ചെയ്തു. നിങ്ങൾക്ക് ഈ പണക്കിഴി നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും ചെലവാക്കണം. ചെലവാക്കിയില്ലെങ്കിൽ രാജ ഖജനാവിലേക്ക് ഇത് തിരിച്ച് ബാക്കിയുള്ള പൈസ നിങ്ങൾ ഖജനാവിലേക്ക് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്ത വിളംബരം കൂടെ ചെയ്തു. അടുത്ത അനൗൺസ്മെന്റ് കൂടെ ചെയ്തു. എന്താണത്? आप सभी को कुछ भी खरीदने से पहले मेरा चेहरा जरूर देखना होगा. നിങ്ങള് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിന് മുൻപ് എന്താണ്? എന്റെ മുഖം കാണണം. അതായത് വാങ്ങിക്കുന്നതിന് മുമ്പ് എന്റെ മുഖം കണ്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ സാധനം വാങ്ങിക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞു. ഓക്കെ, മേരാ ചെഹ്റ ജറൂർ ദേഖ്നാ ഹോഗ. ജറൂർ മീൻസ് തീർച്ചയായും. ദേഖ്നാ ഹോഗ മീൻസ് കാണണം. എന്റെ മുഖം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അടുത്ത കണ്ടീഷനാണ്. എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ചെലവഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു. പക്ഷേ അത് ചെലവഴിക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് എന്റെ മുഖം നിങ്ങൾ കണ്ടിരിക്കണം എന്നും കൂടെ ഒരു കണ്ടീഷൻ കൂടെ വെച്ചു. യഹ് സുൻകർ സഭി ചോക്ക് ഗയേ. ഇത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. രാജാവ് ഈ പറഞ്ഞ കേട്ടപ്പോൾ ചോക്ക് ഗയേ മീൻസ് അഗെയിൻ സർപ്രൈസ്ഡ് ആയി. അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാരും ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കുച്ച് ദർബാരിയോं को लगा कि राजा ने शर्त जानबूझकर रखी है ताकि कोई भी पूरी धनराशि खर्च ना कर पाए. സോ കുറച്ച് ആ രാജ്യസഭയിലുള്ള രാജാവിന്റെ ആ ദർബാറിലുള്ള ആൾക്കാർക്ക് അവർക്ക് തോന്നി
രാജാവ് ഈ ഷർത്ത് മീൻസ് കണ്ടീഷൻ, ഈ ഒരു റൂള്, ഈ ഒരു നിയമം ജാൻ ബൂജ്കർ റഖി ഹെ. ജാൻ ബൂജ്കർ റഖ്ന മീൻസ് അറിഞ്ഞോണ്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അറിഞ്ഞോണ്ട് വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? താക്കി കോയി ഭി പൂരി ധൻരാശി ഖർച്ച് ന കർ പായേ. കാരണം ആരും ഈ പണം ചെലവാക്കാൻ പാടില്ല. അതിനുവേണ്ടി അറിഞ്ഞോണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ വെച്ചിരിക്കുകയാണ്. കാരണം ഓരോ പ്രാവശ്യം ഇവര് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകും, മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് വന്ന് രാജാവിനെ കാണണം, രാജാവിന്റെ മുഖം കണ്ടിട്ടേ പോയിട്ട് സാധനം വാങ്ങിക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ പ്രാവശ്യം ഓരോരുത്തർ ദർബാറിൽ എത്രയോ ആൾക്കാർ കാണും അല്ലെ. സോ അവരെല്ലാരും വന്ന് ഓരോ പ്രാവശ്യം സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും രാജാവിന്റെ മുഖം വന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. സോ അതുകൊണ്ട് അവര് വിചാരിച്ചു ഇത് രാജാവ് ഈ ഒരു നിയമം, ഈ ഒരു കണ്ടീഷൻ, ഷർത്ത് ജാൻ ബൂജ്കർ റഖി ഹെ, അറിഞ്ഞോണ്ട് വേണമെന്ന് വെച്ചിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം ആരും ഈ പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ओके, एक सप्ताह बीत गया, सभी दरबारी राजा के दरबार में हाजिर हुए. राजा ने सभी से पूछा, दिए गए सिक्कों से आप सभी ने क्या क्या खरीदा? सो एक सप्ताह बीत गया, ഒരാഴ്ച കഴിഞ്ഞു. बीत गया means കഴിഞ്ഞു, പാസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സഭി ദർബാരി, ഓക്കെ, ആ ദർബാറിലുള്ള ആൾക്കാരെല്ലാം രാജാവിന്റെ ദർബാറിൽ എല്ലാവരും ഹാജരായി. ഹാസിർ ഹുവ മീൻസ് ഹാജരായി. എല്ലാവരും അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ എത്തി. ഓക്കെ, ഹാസിർ ഹുവേ മീൻസ് ഹാജരായി. എല്ലാവർക്കും ഒരാഴ്ചത്തെ സമയമാണ് കൊടുത്തിരുന്നത്. സോ അവരെല്ലാവരും അവിടെ റെഡി ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ രാജാവിന്റെ ദർബാറിൽ എത്തിയിരിക്കുകയാണ്. രാജാനെ സഭീസെ പൂച്ച, രാജാവ് എല്ലാവരോടും ചോദിച്ചു. ഓക്കെ, ദിയേ ഗയേ സിക്കോ സെ ആപ് സഭീനെ ക്യാ ക്യാ ഖരീദ, ഞാൻ തന്ന പണക്കിഴി നാണയം കൊണ്ട് ഓക്കെ നിങ്ങൾ എല്ലാവരും എന്തൊക്കെ വാങ്ങിച്ചു? ഖരീദന മീൻസ് വാങ്ങിക്കുക. എന്തൊക്കെ വാങ്ങിച്ചു? അഞ്ചൽ രാജ് എന്താണ് വിളിച്ചത്? അഞ്ചൽ രാജ്, അഞ്ചൽ രാജ് ഒന്നും കേൾക്കുന്നില്ല, അവിടെ ഭയങ്കര വർത്തമാനമാണ്. അഞ്ചൽ രാജ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താണ് അർത്ഥമൊന്നും എഴുതുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ. മിസ്, എനിക്ക് ഇവിടെ റേഞ്ച് ഇഷ്യൂ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതിനിപ്പോ മിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗ്രൂപ്പിൽ ഇടുന്ന അർത്ഥം നോക്കി എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അവിടെ. ഓക്കെ, सो सभी ने राजा ने सबसे पूछा कि आप सबने क्या क्या खरीदा, നിങ്ങൾ എല്ലാവരും എന്തൊക്കെ വാങ്ങിച്ചു? സോ സഭി ദർബാരി ഏക് ദൂസരെ കെ ചെഹരെ ദേഖ്നെ ലഗെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി, മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാൻ തുടങ്ങി. ഏക് ദൂസരെ കെ ചെഹരെ ദേഖ്നെ ലഗെ മീൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഏക് ദൂസരെ കെ ചെഹരെ ദേഖ്നെ ലഗെ, വേ രാശി ഖർച്ച നഹീ കർ പായേ थे. സോ ആർക്കും എന്താണ് ധൻരാശി, പണക്കിഴി, പണം ചെലവാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സഭീനെ സിക്കോം കി थैलियां രാജാ കോ വാപ്പസ് ലൗട്ടാ ദി, എല്ലാവരും ആ പണക്കിഴി രാജാവിന് തിരിച്ചു കൊടുത്തു. കാരണം ആർക്കും ഒരു പൈസ പോലും ചെലവാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാജാവ് രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചിരുന്നു, എന്റെ മുഖം നോക്കി കണ്ടിട്ട് വേണം നിങ്ങൾ സാധനം വാങ്ങിക്കാൻ. അതുകൊണ്ട് ആർക്കും ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും പൈസ തിരിച്ചു കൊടുത്തു. രാജാനെ ജബ് ദർബാരിയോ സെ ഖരീദാരി നാ കർനെ കാ കാരൺ പൂച്ചാ തോ ഉനോനെ കഹാ, രാജാവ് ദർബാറിലുള്ള ആൾക്കാരോട് ഖരീദാരി നാ കർനെ കാ കാരൺ, ഖരീദാരി മീൻസ് വാങ്ങിക്കുക, സാധനം വാങ്ങിക്കുക, വാങ്ങിക്കാത്തതിന്റെ കാരണം. ഖരീദാരി നാ കർനെ കാ കാരൺ മീൻസ് സാധനങ്ങൾ വാങ്ങിക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ എല്ലാവരും മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? മഹാരാജ്, शर्त के अनुसार आपका चेहरा देखकर ही खरीदारी करने का आदेश था. അല്ലയോ രാജാവേ, കണ്ടീഷൻ അനുസരിച്ച്, നിയമം അനുസരിച്ച്, ആപ്കാ ചെഹര ദേഖ്കർ ഹി, താങ്കളുടെ മുഖം കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ഖരീദാരി കർണേ കാ ആദേശ് ഥാ,
മുഖം കണ്ടതിന് ശേഷമാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങ് നിർദ്ദേശിച്ചിരുന്നത്. ആദേശ് ഥ. ആദേശ് മീൻസ് നിർദ്ദേശം. അങ്ങ് പറഞ്ഞത് എങ്ങനെയാണ്? എന്റെ മുഖം കണ്ടിട്ടേ സാധനങ്ങൾ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. യഹ് ഹമേ ഉചിത് നഹി ലഗ. ഇത് ഞങ്ങൾക്ക് ഉചിതമായി തോന്നിയില്ല. ഉചിത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ നമ്മൾ ഉചിതം എന്ന് പറയില്ലേ, അത് ശരിയാണെന്ന് തോന്നിയില്ല. യഹ് ഹമേ ഉചിത് നഹി ലഗ ക്യോंकि why it is so कुछ भी खरीदने के लिए हमें आपको परेशान करे. ഓരോ പ്രാവശ്യം സാധനം വാങ്ങിക്കാൻ പോകുന്നതിന് മുൻപിൽ രാജകൊട്ടാരത്തിൽ വരണം, അങ്ങയുടെ മുഖം നോക്കണം. സോ അങ്ങയെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അങ്ങയെ കഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചതേ ഇല്ല. കാരണം ഓരോ പ്രാവശ്യം ഞങ്ങൾ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും വന്ന് രാജകൊട്ടാരത്തിൽ വന്ന് അങ്ങയുടെ മുഖം കാണണമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. എന്റെ മുഖം കണ്ടിട്ടേ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. സോ അത് ഞങ്ങൾക്ക് ഉചിതമായി തോന്നിയില്ല. ഓരോ പ്രാവശ്യം ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നതിന് മുൻപ് അങ്ങയെ വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ പണക്കിഴി തിരിച്ചു നൽകുകയാണ്. പരേശാൻ കർണേ പർ ആപ് നാരാസ് ഹോക്കർ ദണ്ഡ് ഭി ദേ സക്തേ ഥേ. സോ അങ്ങയെ ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങയെ പരിശാൻ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങയെ ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ ആപ് നാരാസ് ഹോക്കർ, നാരാസ് ഹോന മീൻസ് ദേഷ്യപ്പെട്ടിട്ട്, ദണ്ഡ് ഭി ദേ സക്തേ ഞങ്ങളെ ശിക്ഷിക്കാനും ചിലപ്പോ ചാൻസ് ഉണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്ന് ഓരോരോ പ്രാവശ്യമായിട്ട് അങ്ങയെ മുഖം കാണിക്കാൻ, അങ്ങയുടെ മുഖം കാണാൻ വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ദേഷ്യം വന്നാലോ? നാരാസ് ഹോക്കർ, നാരാസ് ഹോന മീൻസ് ദേഷ്യപ്പെട്ടിട്ട്, ദണ്ഡ് ഭി ദേ സക്തേ, ദണ്ഡ് മീൻസ് ശിക്ഷ, ശിക്ഷിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചില്ല. ഓക്കെ, ബസ് യഹി സബ് സോച്ച് കർ ഹം സഭീനെ കുച്ച് ഭി ന ഖരീദ. സോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ആരും ഒരു സാധനം പോലും വാങ്ങിച്ചില്ല എന്ന് ദർബാറിലുള്ള ആൾക്കാര് രാജാവിനോട് പറഞ്ഞു. ഓക്കെ, ഇവിടം വരെ സ്റ്റോറി മനസ്സിലായോ എല്ലാവർക്കും? ഇന്ന് നമ്മൾ പഠിച്ച സ്റ്റോറി വിജയനഗർ രാജ്യത്തിൽ കൃഷ്ണദേവ് റായയുടെ കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആരാണ് ഇതിലെ നമ്മുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്? തെന്നാലി രാമനാണ്. ഓക്കെ, സോ ഇതുവരെ തെന്നാലി രാമൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇനി ഇങ്ങനെ ഇതിന് ശേഷമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് തെന്നാലി രാമൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം അദ്ദേഹം തന്റെ ബുദ്ധി സാമർത്ഥ്യത്തിന് പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. സോ രാജാവ് ഇവരെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണക്കിഴി കൊടുത്തത് അല്ലെ. എന്റെ മുഖം കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെലവഴിക്കാൻ പാടുള്ളൂ. അപ്പൊ കൊട്ടാരത്തിലുള്ള ആർക്കും ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചില്ല. കാരണം എല്ലാവരും തിരിച്ചു കൊണ്ടുവന്ന് പൈസ തിരിച്ചു കൊടുത്തു. രാജാവിന്റെ മുഖം ഓരോ പ്രാവശ്യം വന്ന് രാജാവിനെ കണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പണക്കിഴി അതേപടി കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ നമ്മുടെ തെന്നാലി രാമൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോ വേർഡ് മീനിങ് കിട്ടാത്തവര് നിങ്ങളെ ഗ്രൂപ്പിൽ ഞാൻ ഇടുമ്പോ നോക്കി എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ വീട്ടിലിരുന്ന് നല്ലോണം വായിക്കണം. ഞാൻ അടുത്ത ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷനിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് വായിപ്പിക്കുകയും എല്ലാം ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഓക്കെ.